അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അല്ലാഹു ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം ഒരു സൽപ്രവർത്തനമാക്കി അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു നാം എല്ലാവരെയും അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാഹ് പരിശുദ്ധവും പരിപാവനവുമായ റമളാനിൻ്റെ മൂന്നാമത്തെ പകലിലാണ് നാം ഉള്ളത്. നമുക്കറിയാം, റമളാൻ നമുക്ക് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. റജബ് മുതലേ നമ്മൾ ദുആ ചെയ്ത് വിളിച്ചു വരുത്തിയ ഒരു അതിഥിയാണ്, വിശ്വാസികളുടെ വിരുന്നുകാരനാണ് റമളാൻ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹിൻ്റെ റസൂൽ രണ്ട് പേരെക്കുറിച്ചാണ് പരാതി പറയുക, രണ്ടു പേർക്കെതിരായിട്ടാണ് അള്ളാഹിൻ്റെ റസൂൽ ദുആ ചെയ്യുക എന്ന ഹദീസുകൾ കാണാം. അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും നൊമ്പരങ്ങളും അനുഭവിച്ച പ്രവാചകനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ഇസ്ലാമിന്റെ പ്രചാരക പോരാട്ട ഭൂമികയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കൂടെ നിൽക്കേണ്ട ആളുകളൊക്കെ തള്ളിപ്പറഞ്ഞു. നബി തങ്ങൾക്ക് അവരോട് ആരോടും പരാതിയില്ല. ത്വായിഫിലേക്ക് ചെന്നപ്പോൾ ഉമ്മയുടെ കുടുംബക്കാർ ചേർത്ത് പിടിക്കുമെന്ന് കരുതിയപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെറിഞ്ഞു, കൂകി വിളിച്ചു, രക്തം ഇങ്ങനെ പൊട്ടി ഒഴുകി. ആ സമയത്ത് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ച നബിയെ, രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ നിർത്തി ഇവരെ ഞെരിച്ചു കൊന്നുകളയട്ടെ. നിബിതങ്ങൾ വേണ്ട. നിബിതങ്ങൾ അവർക്ക് പ്രതികൂലമായി പറഞ്ഞിട്ടില്ല, അവർക്കെതിരിലും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ശിഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന താഴ്വാരത്ത് നിബിതങ്ങൾ പട്ടിണി കിട്ടു. അള്ളാഹിന്റെ റസൂല് കഴിക്കാൻ ഭക്ഷണമില്ലാതെ പച്ച ഇലകൾ കഴിച്ച് വിശപ്പ് മാറിയ ചരിത്രം വെറുതെ പ്രഭാഷണത്തിന്റെ മൊഞ്ചു കൂട്ടാൻ വേണ്ടി ഉസ്താദുമാര് പറയുന്നതല്ല, അള്ളാഹിന്റെ റസൂല് ജീവിതം കൊണ്ട് പഠിച്ച പാഠമാണ്. അങ്ങനെ തുടങ്ങി പട്ടിണിയും പരിവട്ടവും പരീക്ഷണവും നിരീക്ഷണവും തീച്ചൂളയിലേക്ക് വെന്തുരുകിയ പ്രവാചകനാണ് ആരംഭപ്പുവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ളവരെ, എന്നിട്ടും അള്ളാഹിന്റെ റസൂലിന് ആരോടും പരാതിയില്ല, നിബിതങ്ങൾക്ക് ആരോടും പരിഭവമില്ല. മുത്തുനബിതങ്ങൾ അള്ളാഹിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വന്നു. അള്ളാഹിന്റെ റസൂൽ മദീനയിലാണ്. അറാബിയായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ ഒരു സൗകര്യം ചെയ്തു തരണം. നിബിതങ്ങൾ അതിഥിയെ സൽക്കരിക്കണമല്ലോ. നിബിതങ്ങൾ സൗകര്യം ചെയ്തു കൊടുത്തു. രാവിലെ നിബിതങ്ങൾ പള്ളിയിലേക്ക് പോയി. മടങ്ങി വന്നപ്പോൾ അതിഥിയെ കാണാനില്ല. താൻ കിടത്തിയ മുറിയിലേക്ക് കയറി നോക്കിയപ്പോൾ, ഇടത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം ഇവിടെ കാഷ്ടിച്ച് വെച്ചിരിക്കുന്ന രംഗമാണ് നിബിതങ്ങൾ കണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്ന് രാത്രി കിടന്നോട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ ഔട്ട് ഹൗസ് തുറന്നു കൊടുത്തു, അല്ലെങ്കിൽ ഒരു മുറി തുറന്നു കൊടുത്തു. നമ്മൾ ആ മുറിയിലേക്ക് രാവിലെ ചെന്ന് നോക്കും, മുറിയിൽ ആളില്ല. നോക്കുമ്പോൾ അവിടുത്തെ ബാത്റൂം ആകെ കാഷ്ടിച്ചും മൂത്രിച്ചും ആകെ കഴുകാതെ വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ അറിയാവുന്ന ഭാഷയിലൊക്കെ നമ്മൾ ദിക്ർ വിളിക്കൂലേ, ചീത്ത വിളിക്കൂലേ, നമ്മൾ വായിത്തോന്നതൊക്കെ പറയൂലേ. എന്നാൽ അള്ളാഹിന്റെ റസൂൽ ഒന്നും മിണ്ടാതെ അള്ളാഹിന്റെ റസൂലിന്റെ മുബാറക്കാക്കപ്പെട്ട കൈ കൊണ്ട് അത് കഴുകി വൃത്തിയാക്കിയെന്നാണ്. വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോ ആ മനുഷ്യൻ കടന്നു വന്ന്, നബി മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വാള് ഞാൻ എടുക്കാൻ മറന്നുപോയി, അതിങ്ങ് തരുവോ? നിബിതങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന കൈ ഒന്ന് കഴുകി, ആ കാഷ്ടവും മൂത്രം വൃത്തിയാക്കിയ കൈ ഒന്ന് കഴുകിയിട്ട് വാളെടുത്ത മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പുഞ്ചിരിച്ചു എന്നാണ്. ആ ഒരൊറ്റ സ്വഭാവം കണ്ട് നിബിതങ്ങളോട് അറാബിയായ മനുഷ്യൻ പറഞ്ഞു അത്രേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നക റസൂലുള്ളാഹ്, നബിയെ, നിങ്ങളെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. അത്രമാത്രം നിബിതങ്ങൾ പരീക്ഷണത്തിന്റെ അള്ളാഹിന്റെ റസൂലിനെ പരീക്ഷിച്ചപ്പോഴും നിരീക്ഷിച്ചപ്പോഴൊന്നും നിബിതങ്ങൾ ആരോടും പരാതി പറഞ്ഞിട്ടില്ല, ആരെക്കുറിച്ചും പരാതി പറഞ്ഞിട്ടില്ല. എന്നാൽ രണ്ട് വിഭാഗം ആളുകൾക്ക് അള്ളാഹിന്റെ റസൂലിന്റെ പരാതിയുണ്ടെന്നാണ്. നിബിതങ്ങൾ രണ്ടുപേർക്കെതിരിൽ നാളെ സാക്ഷി നിൽക്കുമെന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിബിതങ്ങൾ പരാതി പറഞ്ഞ, നിബിതങ്ങൾ എതിരായി പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അദ്റക റമളാൻ, ഒരു മനുഷ്യനിലേക്ക് റമളാൻ കടന്നു വരികയും ആ റമളാനെ പരിഗണിച്ചില്ല എങ്കിൽ, ആ റമളാനെ സ്വീകരിച്ചില്ല എങ്കിൽ, റമളാനിൽ നോമ്പ് കൊണ്ട്, തസ്ബീഹുകൾ കൊണ്ട്, തഹ്ലീലുകൾ കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട്, ഇഫ്താറുകൾ കൊണ്ട്, തറാവീഹ് കൊണ്ട്, ഖത്മുൽ ഖുർആൻ കൊണ്ട് ആ റമളാനെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എങ്കിൽ അള്ളാഹിന്റെ റസൂൽ അവനെതിരിൽ നാളെ സാക്ഷി നിൽക്കും, അവനെതിരിൽ നാളെ പരാതി പറയുമെന്ന് ആരംഭപ്പുവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, റമളാൻ നമുക്ക് അനുകൂലമാണ്, റമളാൻ നമുക്ക് സൗഭാഗ്യമാണ്. ഒരു സമുദായത്തിനും കൊടുക്കാത്ത 5 നേട്ടങ്ങളാണ് അള്ളാഹു റമളാൻ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, റമളാൻ മാസത്തിലെ ആദ്യ രാവ് സമാഗതമായാൽ അള്ളാഹു നമ്മിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കുമെന്നാണ്. അത് നമ്മിൽ നിന്ന് കടന്നുപോയി, അത് കഴിഞ്ഞുപോയി. അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം കിട്ടിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലും അള്ളാഹിന്റെ നോട്ടം കിട്ടിയാൽ ഫലം യുഅദ്ദിബുഹു അബദ, പിന്നെ അവന്റെ ഖിയാമത്ത് നാൾ വരെ ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കപ്പെടൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തത് അള്ളാഹിന്റെ നോട്ടം കിട്ടുമെന്നാണ്. ഈ റമളാൻ നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ കഴിയുന്ന 5 നേട്ടങ്ങളാണ്. 2, അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു,
വൈകുന്നേരമാകുമ്പോൾ നോമ്പുകാരനായി വയറൊക്കെ കാഞ്ഞി വയറൊക്കെ വിശന്ന് വലന്നിരുന്നപ്പോൾ അവന്റെ വായിൽ നിന്ന് ദുർഗന്ധം വരും. അത് നാളെ സ്വർഗത്തിന്റെ പരിഗണയിൽ കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ നേട്ട നബി തങ്ങൾ പറഞ്ഞു, മാലാഖമാർ വിശ്വാസികൾക്ക് വേണ്ടി റമളാനിലെ ഓരോ ദിവസവും ഇസ്തിഗ്ഫാർ നടത്തും. നോമ്പ് പിടിച്ചവന് വേണ്ടി, പടച്ചവനെ ഈ മനുഷ്യനെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. റമളാനെ പരിഗണിച്ചവന് വേണ്ടി അള്ളാന്റെ മുഖറബീങ്ങളായ മാലാഖമാർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നാലാമത് നേട്ടം, അള്ളാഹു സ്വർഗത്തിനോട് പറയുമത്രേ, സ്വർഗമേ നിന്റെ അടിമകൾക്ക് വേണ്ടി നീ തയ്യാറാവുക, ഭംഗിയാവുക. നോമ്പെടുത്തവർ ദുനിയാവിലെ പ്രയാസം സഹിച്ച് ചൂട് സഹിക്കവയ്യ, വല്ലാതെ പരദാഹം, വല്ലാതെ ദാഹം തോന്നിയപ്പോഴും എനിക്ക് വേണ്ടി ദാഹത്തെ പിടിച്ചു നിർത്തിയവർ, വിശപ്പിനെ പിടിച്ചു നിർത്തിയവർ, വികാരങ്ങളെ പിടിച്ചു നിർത്തിയവർ, അവന് വേണ്ടി നീ ഒരുങ്ങി തയ്യാറാകണമെന്ന് സ്വർഗത്തിനോട് അള്ള വിളിച്ചു പറയും. ഒരു സമുദായത്തിനോടും അള്ളാഹുവിന്റെ സ്വർഗം അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടില്ല. നമുക്ക് മാത്രം തരുന്ന നേട്ടമാണ്. അഞ്ചാമത് നബി തങ്ങൾ പറഞ്ഞു, റമളാനിന്റെ അവസാന രാവെത്തിയാൽ അള്ളാഹു എല്ലാവർക്കും അള്ള പുറത്തു കൊടുക്കുമെന്നാണ്. നബി തങ്ങളോട് ചോദിക്കപ്പെട്ട, നബിയെ അങ്ങനെ എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന രാവിനാണോ ലൈലത്തുൽ ഖദർ എന്ന് പറയുക എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, സ്വഹാബ, ഒരു മനുഷ്യൻ ജോലി എടുക്കുമ്പോൾ ആ ജോലി ചെയ്ത് കഴിയുമ്പോൾ അവന് പ്രതിഫലം കൊടുക്കൂലേ, അതാണ് അന്നത്തെ രാവിന്റെ പ്രത്യേകതയെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് റമളാനെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്രതിഫലം കൊടുക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, അള്ളാഹിന്റെ റസൂൽ ഒരാൾക്ക് പോലും എതിര് നിൽക്കാതിരുന്നപ്പോൾ ഒന്നാമതായി എതിര് നിൽക്കുന്നത് റമളാനെ പരിഗണിക്കാത്തവരാ എന്ന് ചിന്തിച്ച് ഈ റമളാൻ നമ്മിലേക്ക് 3 ദിനരാത്രങ്ങൾ നമ്മിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ 3 ദിവസം കൊണ്ട് നമ്മൾ നേടിയെടുത്തത്? നമ്മൾ എന്തെങ്കിലും നേടിയോ? തറാവി നിസ്കാരം കൃത്യമാക്കിയോ? ഫർള് നിസ്കാരം കൃത്യമാക്കിയോ? വെറുതെ പട്ടിണിയല്ലേ? ഖുർആൻ നമ്മൾ കൈകൊണ്ടെടുത്തോ? ഖുർആൻ ഒന്ന് പാരായണം ചെയ്തോ? നമ്മൾ ചിന്തിക്കണം എൻ്റെ പ്രിയമുള്ളവരെ. രണ്ടാമത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ എതിരായി സാക്ഷി നിൽക്കുന്ന രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്യാത്തവരാണ്. പരിശുദ്ധമായ റമളാൻ ഖുർആനിന്റെ മാസമാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ മാസത്തിലാണ് ഖുർആൻ അവതീർണമായത്. എന്നിട്ട് പോലും ഖുർആൻ കൈകൊണ്ടെടുക്കാത്ത എത്രയോ ആളുകൾ. കഴിഞ്ഞ റമളാൻ കടന്നുപോയി, റമളാൻ ഒരു ഖത്മ പോലും നമ്മൾ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ റമളാനിലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട വാപ്പ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഒരു ഖത്മെങ്കിലും നമ്മൾ ഓതിയിരിക്കണം. ഒരു ദിവസം ഒരു ജുസ് ഓതിയാൽ മതി, അത് നമ്മളെ കൊണ്ട് കഴിയും. അള്ളാഹിന്റെ റസൂലിന്റെ എതിരായി നമ്മൾ നിന്നാൽ പിന്നെന്താ നമുക്കെതിരെ അള്ളാഹിന്റെ റസൂൽ വന്നാൽ പിന്നെ നമുക്ക് നരക നിർബന്ധമായി. സ്വർഗത്തിന്റെ പരിമളം പോലും അടിച്ച് വീശൂല. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു ജുസ് എങ്കിലും ഓതിയിട്ട് കിടന്നുറങ്ങുന്ന ശീലം നമുക്ക് ഉണ്ടാകണം. ഇത് പറയുമ്പോൾ എൻ്റെ ഉമ്മമാര് ചിന്തിക്കും, വാപ്പമാര് ചിന്തിക്കും, ഉസ്താദെ ഓതാൻ അറിയില്ല, എന്താ ചെയ്യുക? ഉമ്മ, ഖുർആനൊന്ന് എടുക്ക്. ആ ഖുർആനൊന്ന് എടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യുക, നിവർത്തി വെക്ക്. ഇവിടെ ഖുർആൻ നോക്കിയിരുന്ന കരയി. നോക്കിയിരുന്നാൽ കിട്ടുന്ന പ്രതിഫലം ഖുർആനാ. നോക്കിയിരുന്ന വെറുതെ പ്രതിഫലം നോക്കിയിരുന്നാൽ കിട്ടും. കഴിവ് നോക്കിയിരുന്നാൽ, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ, ഖുർആൻ നോക്കിയിരുന്നാൽ, എന്നിട്ട് ആ വിരൽ വെച്ച് ഇങ്ങനെ വെറുതെ ആ ആയത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ ഓടിക്കണം കരഞ്ഞുകൊണ്ട്. പടച്ചോനെ ഓതാൻ അറിയില്ല, ഓതിന്റെ കൂലി തരണയല്ല എന്ന് അള്ളയല്ലേ മനസ്സിന്റെ വിശാലമായവൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആനുമായി ബന്ധമുണ്ടാക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ 2 വിഭാഗം ആളുകൾ അള്ളാഹിന്റെ റസൂലിന് അവർക്കെതിരായി നിൽക്കുമെന്നാണ്. അങ്ങനെ എതിരായി നിന്നാൽ വജബത്ത് ലഹുന്നാർ, അവന് നരകം നിർബന്ധമായി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല കാര്യങ്ങൾ പഠിക്കാനും പകർത്താനും അള്ളാഹു ഈ സദസ്സൊരു കാരണമാക്കി അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവരും ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ബദറിൻ തീരം എന്ന നമ്മുടെ ചാനൽ, 2 ചാനലുകളാണ്, വോയിസ് ഓഫ് ഷഫീഖ് ബദരിയും ബദറിൻ തീരവും. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലൂടെ റമളാൻ പ്രഭാഷണങ്ങൾ കിട്ടും, സ്റ്റാറ്റസ് വീഡിയോകൾ കിട്ടും, അങ്ങനെ എല്ലാം നിങ്ങൾക്ക് അതിലൂടെ കിട്ടും. ബദറിൻ തീരം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ഇൻഷാ അല്ലാഹ് വാട്സപ്പിലൂടെ ബന്ധപ്പെടുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഈ സദസ്സിനെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. കബൂലാക്കട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.